നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അയ്യപ്പ വിശ്വാസവും LDF സർക്കാരിൻ്റെ നിലപാടുകളും എന്ന വിഷയത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ചർച്ച ചെയ്യുന്നത് അന്തർദേശീയ അയ്യപ്പ സേവ സമാജം, കൂടാതെ കേരളത്തിലെ സന്യാസിമാരുടെ നേതൃത്വത്തിലുള്ള ധർമ്മ സന്ദേശയാത്ര സംസ്ഥാന വർക്കിംഗ് ചെയർമാനുമായ സ്വാമി അയ്യപ്പദാസ്. വിഷയം 20/9/2025 പരമപവിത്രമായ പമ്പാതീരത്ത് കെട്ടിപ്പൊക്കിയിരിക്കുന്ന കൂടാരത്തിൽ അന്തർദേശീയ അയ്യപ്പ സംഗമം ഗവൺമെൻറ് സ്പോൺസേഡായിട്ട് നടത്താൻ തയ്യാറാവുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ വിരോധാഭാസമാണ്. വിശ്വാസമില്ലാത്ത മതേതരനായ ഒരു ഭരണാധികാരിക്ക് ഒരു കാരണവശാലും ഭൂഷണമല്ല ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഈശ്വര സങ്കല്പത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യേക യോഗം കൂടുന്നത്. അത് വിശ്വാസികൾ ചെയ്യേണ്ടുന്നതാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം എപ്രകാരം തകർക്കാൻ കഴിയുമോ എന്ന് എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതിനൊരു സന്ദേഹവും വരുത്താൻ തയ്യാറാവാതെ, ആർക്കും ഒരു സംശയത്തിനിട കൊടുക്കാതെ 2018 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആ തരത്തിലുള്ള നിരവധി സുപ്രീം കോടതി വിധികൾ നിലനിൽക്കെ അതിനൊന്നിനും പങ്കെടുക്കാനോ അതിലൊന്നിനും നിയമം നടപ്പാക്കാനോ തയ്യാറാവാതെ ശബരിമലയിൽ മാത്രം വിശ്വാസികളുടെ വികാരങ്ങളെ വൃണിതീഭകരിക്കുന്നതിന് വേണ്ടി മാത്രം വേഷം കെട്ടിച്ച് പോലീസ് പ്രൊട്ടക്ഷനിൽ 2 പൂതനകളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വിശ്വാസികളുടെ വിശ്വാസത്തെ അവിടെ മുതൽ ചവിട്ടിമെതിക്കാൻ തയ്യാറായി വരികയായിരുന്നു ഉണ്ടായിരുന്നത്. ആ വിളക്ക് കത്തുന്നിടത്താണോ നിങ്ങളുടെ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ച് അത്ര പോലും അവഹേളിക്കാൻ തയ്യാറായ പിണറായിക്ക് എന്തിനു വേണ്ടി ശബരിമലയുടെ കാര്യത്തിൽ ഇത്രമാത്രം ശുഷ്കാന്തി കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ അല്പം ജ്യോതിഷപരമായി അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കണം. ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കുടുംബത്തിലെ അംഗങ്ങൾക്കും തനിക്കും വന്നു ചേർന്നിട്ടുള്ള ആ അപഖ്യാതികൾക്കും രോഗത്തിനും മനസ്സുഖമില്ലായ്മയ്ക്കും സകലത്തിനും കാരണം സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ അതിശക്തമായ കോപമാണ് എന്നുള്ള ഉപദേശകരുടെ ഉപദേശമാണ് പിണറായിയെ കൊണ്ട് ഈ വേഷം കെട്ടിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. സ്വാമി, പിന്നെ ഇതുവരെ അനുഭവിച്ചു നമ്മൾ കണ്ടറിഞ്ഞിട്ടുള്ള ഒരു മന്ത്രിമാരോ അവരുടെ ദേവസ്വം ബോർഡിൽ നിന്ന് തന്നാൽ അയ്യപ്പനെ തൊഴാൻ വരെ മടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഭക്തർക്ക് മനസ്സിലാക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇവർ ആഗോളതലത്തിൽ അയ്യപ്പന്മാരെ വിശ്വാസത്തിലേക്ക് അടുപ്പിക്കുന്നു എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ആദ്യം ചെയ്യേണ്ടുന്നത് ഈ ആഗോളതലത്തിലെ അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് ഓരോ വർഷവും കഠിന വ്രതമെടുത്ത് ആ വ്രതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നെത്തിച്ചേരുന്ന ഭക്തകോടികൾക്ക് ആവശ്യമായ സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രഥമഗണനീയമായ കർത്തവ്യം. അത് ചെയ്യാൻ തയ്യാറാകാത്തിടത്തോളം കാലം ഇവരെന്ത് ചെയ്താലും എന്തെല്ലാം ഗോഷ്ഠികൾ കാണിച്ചാലും അതെല്ലാം ഈശ്വര നിഷേധമായി മാത്രമേ വരികയുള്ളൂ എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. സ്വാമി, മറ്റൊരു ഈ ആഗോള സംഘം കോടതിയുടെ കയ്യിലാണ്. 20-ാം തീയതി ആക്കുവോ എന്ന് കോടതി തീരുമാനിക്കുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന്. പക്ഷേ അത് നടന്നു കഴിഞ്ഞാൽ മനുഷ്യരെ വരുന്ന സ്വാമിമാരെ പല തട്ടുകളിലായി തിരിച്ച് ലക്ഷങ്ങളുടെ പൈസ മേടിച്ച് ക്യൂ പാലിപ്പിച്ചാണ് അവിടെ സന്ദർശനം നടത്തുമ്പോൾ അവിടെ തത്വമസി എന്ന് എഴുതി വെച്ചേക്കണിൽ എന്ത് പ്രാധാന്യമാണ് പിന്നെയുള്ളത്? അത് കുറച്ചുകൂടി ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ ശബരിമല അയ്യപ്പനെ വിൽപ്പന ചരക്കാക്കിക്കൊണ്ട് ഒറ്റ കുലത്തിൽപ്പെട്ട ഒരേ ഒരു മാനുഷിക മൂല്യങ്ങൾ മാത്രം ഏറ്റവും ഉയർത്തി കാണുന്ന ശബരിമല ക്ഷേത്രത്തിൽ ആചാരവിരുദ്ധത കൊണ്ടുവന്നു എന്നുള്ളതിൽ കൂടുതൽ അവിടെ തരം തിരിച്ച് 7 തരത്തിൽ ഭക്തരെ മാറ്റി എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ കാര്യം. എന്തിനു വേണ്ടിയാണോ ഇത് ചെയ്യുന്നത് അതിൻ്റെ പാപകർമ്മത്തിൻ്റെ ഫലം 8 ഇരട്ടിയായിട്ട് അനുഭവിക്കാനായിട്ട് ഇതിൻ്റെ പേരിൽ തയ്യാറാകേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. കാരണം അയ്യപ്പൻ്റെ മുമ്പിൽ മുഴുവൻ പേരും
ഒന്നുപോലെയാണ്, ഒരുപോലെയാണ്. പണ്ഡിതനില്ല പാമരനില്ല, പണക്കാരനില്ല കുചേലനില്ല. അതുപോലെ തന്നെ ഒരു തിരിച്ചു വ്യത്യാസവും ജാതിയോ മതമോ വർഗമോ വർണ്ണമോ യാതൊന്നുമില്ലാതെ സ്ത്രീയും പുരുഷനും മാത്രം. ആ സ്ത്രീക്ക് മാത്രം ഒരല്പം വ്യത്യാസമുള്ളത് 10 വയസ്സ് കഴിഞ്ഞവർക്കും 50 വയസ്സിൽ താഴെയുള്ളവർക്കും നിങ്ങൾ എൻ്റെ മുമ്പിൽ വരണ്ട എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള മുഴുവൻ പേർക്കും അവിടെ പ്രവേശനം അനുവദിച്ചിരിക്കുന്നിടത്താണ് ആ ഭക്തജനങ്ങളെ മുഴുവൻ 3 കോടി തരുന്നവർ 1-ാം ഗ്രേഡിലും 2 കോടി തരുന്നവർ 2-ാം ഗ്രേഡിലും തുടങ്ങി 1 ലക്ഷം തരുന്നവർ അവസാനത്തെ ഗ്രേഡിൽ ഒന്നിച്ച് നിർത്തിക്കൊണ്ട് 7 തരത്തിലുള്ള അവകാശികളെ സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ ഇതിലൊന്നിലും പെടാത്ത 8-ാമത്തെ ഗ്രേഡിലുള്ളവർ എന്ന് അയ്യപ്പ ദർശനത്തിന് വരാൻ സാധിക്കും? അവർക്കെങ്ങനെ അയ്യപ്പ ദർശനം കൊടുക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഈ ഗവൺമെൻറ് ഭക്തജനങ്ങളുടെ മുമ്പിൽ ഒരു വിശദീകരണം കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. താൻ ചെയ്തിരിക്കുന്നത് മഹാപാപമാണ് എന്ന് പറയുന്നവരെ, അല്ലെങ്കിൽ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ പേരിൽ നിങ്ങൾ പറയുന്നതും നുണയാണ്, ഞങ്ങൾ ഈ ചെയ്തതാണ് ശരി എന്ന് സമർത്ഥിക്കാനുള്ള അവകാശം ഗവൺമെൻറ്റിനുണ്ട്. അത് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഈ ഗവൺമെൻറ്റിൽ ഈശ്വരവിശ്വാസമുള്ള ആരുമില്ല. ആകെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നത് കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹവും ഒട്ടും പിറകിലല്ല. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കുന്ന കല്ലിനും ഒരു സൗരഭ്യമുണ്ടാകുമെന്ന് പറഞ്ഞത് ഇവിടെ കൃത്യമാണ്. നിരീശ്വരവാദികളുടെ കൂട്ടത്തിൽ കൂടി സാക്ഷാൽ കടന്നപ്പള്ളിയും നിരീശ്വരവാദി തന്നെയായി മാറിയിരിക്കുന്നു. കൂടാതെ കേരളത്തിലെ സന്യാസിമാരുടെ നേതൃത്വത്തിലുള്ള ധർമ്മ സന്ദേശയാത്ര തൊടുപുഴയിൽ നിന്നും കെ വിജയൻ.